എന്ത് വിളിക്കണം? ഷ എന്ന് വിളിക്കണം. ശ്വാസു. 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 ഓ ശ്വാസം വിട്ടു. ശരി. ശ്വാസു അല്ല ശ്വാസു. ശ്വായല്ലടാ സ്വാ. സ്വാ. അതങ്ങനെ പറയാ. ശ്വാസു അല്ലെങ്കിൽ വാ. വീട്ടിൽ വിളിക്കാ? വീട്ടിലൊന്നും വിളിക്കുന്നില്ല, ചുമ്മാ ഒരു ആഗ്രഹം. വാവാന്ന് വിളിച്ച് കേൾക്കാൻ ഞാൻ വിളിച്ച് കേൾക്കാൻ ഒരു ആഗ്രഹം അല്ലേ? നല്ല ആഗ്രഹം. വാവേ. വേണ്ട, ശ്വാസു തന്നെ മതി. ഓക്കെ, ശ്വാസു വാവേ അങ്ങനെയൊക്കെയല്ലോ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നാളെ നമ്മുടെ താലികെട്ടാണ്. നമ്മളങ്ങനെ ജീവിതത്തിലേക്ക് ഒരുമിച്ച് കാലെടുത്ത് വെക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഒരു തോരാത്ത മഴ പോലെയാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് ഒരു കുട ചൂടി ആ മഴയത്ത് നടന്നാലോ? നടക്കാം, ഒരുപാട് ദൂരം നടക്കാം. രാത്രി പെയ്യുന്ന മഴയാണോ ഇഷ്ടം, രാവിലെ പെയ്യുന്ന മഴയാണോ ഇഷ്ടം? ശ്വാസന് ഏത് നേരത്ത് പെയ്യുന്ന? എനിക്ക് രാത്രി. എനിക്ക് ഒരു പുലർച്ച നേരം, രാവിലെ അല്ല രാത്രി അല്ല, ഒരു ഇടനേരല്ലേ, ഒരു മിഡ് നൈറ്റ്. അപ്പൊ മിഡ് നൈറ്റിൽ മഴ പെയ്ത നമ്മൾ ഉറങ്ങിപ്പോവില്ലേ? ഞാൻ ഉറങ്ങില്ല മഴ പെയ്താ. ആണോ? അപ്പൊ ഉറങ്ങാതെ മഴയത്ത് എന്ത് ചെയ്യും? നമ്മൾ കൊടച്ചൂടിയിരിക്കും. മിഡ് നൈറ്റില് കൊട ചൂടിയിരിക്കും അല്ലേ? മിഡ് നൈറ്റിൽ ആ സാഹചര്യം പോലെ നമുക്ക് കൊട ചൂടണോ കൊട ചുരുക്കണോ? ഞാൻ സമ്മതിക്കില്ല, മഴ പെയ്താൽ കൊട ചൂടാൻ ഞാൻ സമ്മതിക്കില്ല. അതിങ്ങനെ നമ്മൾ നനഞ്ഞ് കുതിർന്ന് മഴയിൽ രാത്രി മിഡ് നൈറ്റ്. അതെ, വാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഈ സമയത്ത് ഒരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ടോ? ഏത് പാട്ടാ? അല്ല ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പാടിക്കോ. വേണ്ട വേണ്ട, മൂഡ് വന്നതായിരുന്നു, ഈ പാട്ട് പാടി കളയല്ലേ. അപ്പോ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല സന്ദർഭങ്ങൾ വരാ. ചിലപ്പോൾ നമ്മൾ രാത്രി മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നട്ടുച്ചയ്ക്ക് മഴ പെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കുട വേണം, എങ്കിലും നമ്മൾ മഴ നനയാതിരിക്കും. ഒരുമിച്ച് മഴ നനഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ശ്വാസു എന്നെ ശ്വാസിക്കുമോ? അല്ല ശ്വാസിക്കും. ഞാൻ ശ്വാസിക്കില്ല, ഞാൻ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കും. രാത്രി മഴ പെയ്താലും ചേർത്ത് പിടിക്കും അല്ലേ? ഓക്കെ, ചേർത്ത് പിടിക്കാം. നീണ്ടു പോണ്ട, ഞാൻ അതിനൊരു കട്ട് വിളിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പൊ നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നു. രാത്രി മഴ പെയ്താലും രാവിലെ മഴ പെയ്താലും നമ്മൾ ചേർന്ന് തന്നെ ഇരിക്കണം. ചേർന്ന് തന്നെ ഇരിക്കും. ഇങ്ങനെയാണോ ചേർന്നിരിക്കുന്നത്? അങ്ങനെ ചേർന്ന് പിടിച്ചിരിക്കണം അല്ല, ഇങ്ങനെ ചേർന്ന് തന്നെ. ഈശ്വരന്റെ ഭാവി അത്രേ ഉള്ളു.